ഇപ്പോൾ CPIM നേതാവ് കെ അനിൽകുമാർ കൂടി ചേരുന്നു. അനിൽകുമാർ, CITUവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാജ്യവ്യാപകമായി സമരം നടക്കുകയാണ്. ആശാ വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുപോലെ തന്നെ മിനിമം വേതനം 26,000 രൂപ അനുവദിക്കുക, PF പെൻഷൻ, ഗ്രാറ്റുവിറ്റി തുടങ്ങിയവ നൽകുക എന്നതും CITUവിൻ്റെ ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്ത് സമരമിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്, SUCIയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ച് ഈ ആവശ്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് ഈ രണ്ട് സമരങ്ങളും വ്യത്യസ്തമാവുന്നത്? അനിൽകുമാർ. ആശാപ്രവർത്തകരെ ആ പദ്ധതി രൂപീകരിച്ചത് തന്നെ കേന്ദ്ര സർക്കാർ ഒരു ദുഷ്ടലാക്കോടുകൂടിയാണ്. സേവന മേഖലകളിൽ കേന്ദ്ര സർക്കാർ പണം മുടക്കേണ്ടതില്ല, നാമമാത്രമായ തുക മുടക്കുന്ന വിധം ചെറിയ ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ് ആശാ സംവിധാനത്തെ അവർ മുന്നോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് വളണ്ടിയർ എന്ന അടിസ്ഥാനത്തിലാണ് ഇവർ പ്രവർത്തിക്കേണ്ടതെന്നും എന്തെങ്കിലും കൊടുത്താലായി എന്നിടത്താണ് ആ പദ്ധതി പോകേണ്ടതെന്നുമാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തും നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തും അതിന്റെ ഘടനയ്ക്കോ അതിന്റെ സാമ്പത്തികമായ കേന്ദ്രത്തിന്റെ നീക്കിയിരിപ്പിനോ ഒരു മാറ്റവും വന്നിട്ടില്ല. മൻമോഹൻ സിംഗ് സർക്കാരിനേക്കാൾ മെച്ചപ്പെട്ടൊരു നീക്കിയിരിപ്പ് ആശാപ്രവർത്തകർക്ക് നൽകാൻ വേണ്ടി ഇൻസെന്റീവ് നിലയ്ക്ക് കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പദ്ധതി പൂർണ്ണമായും സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാനാണ്. ഭാവിയിൽ ആശാപ്രവർത്തകർക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും സംസ്ഥാന സർക്കാർ നിർവഹിക്കേണ്ടി വരും. അതിന് സംസ്ഥാന സർക്കാരിനെ നിർബന്ധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തങ്ങളുടെ കുറെ ആളുകളെ രംഗത്തിറക്കി ഇത്തരം പ്രക്ഷോഭങ്ങൾ സംസ്ഥാനങ്ങളിൽ സംഘടിപ്പിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് CITU ഈ പദ്ധതി ഉണ്ടായ കാലം മുതൽ അതിന്റെ സംഘടന, ആശാപ്രവർത്തകരുടെ സംഘടന രൂപീകരിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നത് ടീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം, അവർക്ക് മിനിമം വേതനം ഉറപ്പുവരുത്തണം, അവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ സ്ഥിരമായ ഒരു നിലപാട് സ്വീകരിക്കണം. ഇന്ത്യ രാജ്യത്ത് അസംഘടിത മേഖലയിൽ മിനിമം 18,000 രൂപയാണ് നേരത്തെ നമ്മൾ ഒരു വരുമാനമായി ആവശ്യപ്പെട്ടത്. അത് 24,000 രൂപയെങ്കിലും വരുമാനമാക്കുന്ന തരത്തിലേക്ക് പ്രതിമാസ വരുമാനം ലഭ്യമാക്കുന്ന സ്കീമായിട്ട് തന്നെ മാറ്റണം. അതിന് മുഖ്യമായും പണം കൊടുക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റാണ്. ഇന്ത്യ ഗവൺമെന്റ് അതിന് പണം മുടക്കാൻ തയ്യാറല്ല. സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന വിധം ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മാത്രം മതി, കേന്ദ്രത്തിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടതില്ല. അതിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി ഈ സമരപ്പന്തൽ വരികയും BMSന്റെ സംഘടന ഈ സമരത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ സമരം കൃത്യമായി സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടിട്ടാണ്. സംസ്ഥാന സർക്കാരുകളുടെ തലയിലേക്ക് ആശയുടെ മുഴുവൻ ബാധ്യതയും കെട്ടിവെച്ച് മോദി സർക്കാരിന് തലയൂരാനുള്ള ഒരു കുതന്ത്രം നിറഞ്ഞ സമരമാണ് SUCI നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടാണ് INTUCയും UDFന്റെ തന്നെ മറ്റ് TU സംഘടനകളും ആ സമരത്തിനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്.